ചന്ദ്രയാൻ ടുവിൻ്റെ വിക്ഷേപണം നമ്മുടെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ നാഴികക്കല്ലാണ്. ചന്ദ്രയാൻ 2 ചന്ദ്രയാൻ 1നെ അപേക്ഷിച്ച് വളരെ ഭാരമേറിയ ഒരു ഉപഗ്രഹമായിരുന്നു. ഏകദേശം 4 ടണ്ണോളം ഭാരം. അപ്പോൾ അത് വിക്ഷേപിക്കാൻ PSLV മതിയാകില്ലായിരുന്നു. അങ്ങനെയാണ് GSLV Mark 3ൽ വിക്ഷേപിക്കാൻ തീരുമാനിച്ചത്. നമുക്കെല്ലാം അറിയാം, GSLV Mark 3 അന്ന് വരെ 2 വിക്ഷേപണങ്ങൾ നടത്തിയിരുന്നുള്ളൂ. മൂന്നാമത്തെ വിക്ഷേപണത്തിലേക്കാണ് ഇത്തരം വളരെ പ്രധാനപ്പെട്ട ഉപഗ്രഹമായ ചന്ദ്രയാൻ 2നെ നിശ്ചയിക്കുന്നത്. അപ്പോൾ അന്നത്തെ ചെയർമാൻ എന്നോട് ചോദിച്ചു, നമുക്ക് ഈ വിക്ഷേപണം തന്നെ മതിയോ, അതോ GSLV Mark 2ൽ വിടണമോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും നമുക്ക് GSLV Mark 3ൽ വിടാം, അതിന് പൂർണ്ണമായ കപ്പാസിറ്റി ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അതിലേക്ക് തീരുമാനിക്കുകയും ലോഞ്ച് നമ്മൾ തീരുമാനിക്കുകയും ചെയ്തു. ചന്ദ്രയാൻ 2 എല്ലാം തയ്യാറായി ലോഞ്ച് പാഡിൽ കൊണ്ടുപോയി വച്ചിരിക്കുന്ന സമയത്താണ് അന്നത്തെ വിക്ഷേപണം കാണാൻ അന്നത്തെ പ്രസിഡൻ്റായ ശ്രീ രാംനാഥ് കോവിന്ദ് ശ്രീഹരിക്കോട്ടയിൽ വരുന്നത്. അപ്പോൾ അന്ന് അദ്ദേഹം വന്ന് ലോഞ്ചിന് ഏകദേശം 1 മണിക്കൂർ മുമ്പ് അദ്ദേഹം ലോഞ്ച് കൺട്രോൾ സെൻറ്ററിലെത്തി. ലോഞ്ച് എല്ലാം റെഡിയായി പോകാൻ സമയത്താണ് നമ്മൾ നോക്കുമ്പോൾ ക്രയോജനിക് സ്റ്റേജിൽ ഒരു ലീക്ക് കാണുന്നത്. അതിനകത്തുള്ള ഗ്യാസ് പ്രഷർ പ്രോപ്പർ അല്ല എന്ന് കാണുന്നു. അപ്പോൾ ഇത് കണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിലൊക്കെ നോക്കി അനലൈസ് ചെയ്തപ്പോഴാണ് ഈ ലോഞ്ച് നമുക്ക് തുറന്നു കൊണ്ടുപോകാനാവില്ല, ഇന്ന് നമ്മുടെ പ്രസിഡൻറ്റിനെ അറിയിക്കണം, കാരണം ഇന്ന് ലോഞ്ച് നടക്കില്ല, അദ്ദേഹം തിരിച്ച് ഡൽഹിക്ക് പൊക്കോട്ടെ എന്നും നമുക്ക് മറ്റൊരു ദിവസം ലോഞ്ച് അറ്റംപ്റ്റ് ചെയ്യാമെന്ന് വന്ന് തീരുമാനിച്ചത് എനിക്കിപ്പോഴും വളരെ കൗതുകത്തോടെ ഓർമ്മിക്കുന്നുണ്ട്.